നമസ്കാരം. ഈ ചിത്രം നോക്കൂ. ലോകം ഉറ്റുനോക്കിയ ട്രംപിൻ്റെ ചൈന സന്ദർശനത്തിന് ഇടയുള്ള ചിത്രം. ട്രംപും ഷീ ജിൻപിങ്ങും. ഷീയുടെ മുമ്പിൽ ട്രംപിൻ്റെ തല കുനിഞ്ഞിരിക്കുന്നില്ലേ? തലയുർത്ത് നിൽക്കുന്ന ആളല്ലേ ട്രംപ്? അങ്ങനെ നിൽക്കുന്നില്ലല്ലോ. സാധാരണ ഇങ്ങനെയൊരു ചിത്രം ഒരു ശത്രുരാജ്യം എന്ന് വിളിക്കുന്ന രാജ്യത്തിൻ്റെ തലവന് മുന്നിൽ ട്രംപിൻ്റേതായി നമുക്ക് കാണാൻ കഴിയാറില്ല. എന്നാൽ ട്രംപ് തലകുനിച്ച് നിൽക്കുകയായിരുന്നു ചൈനയ്ക്ക് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ് അത്? ഇറാനിൽ പെട്ടുപോയ തന്നെ രക്ഷിക്കണം എന്നൊരാവശ്യവുമായിട്ടാണത്രേ ട്രംപിൻ്റെ യാത്ര. അതും ഇറാന് മേൽ ചൈനയെ സമ്മർദ്ദത്തിലാക്കി പുതിയൊരു തന്ത്രം മെനഞ്ഞുള്ള യാത്ര. ആഴ്ചകളായി US നടത്തിയ നയതന്ത്ര മന്ത്രവാദത്തിൻ്റെ ആൻറ്റി ക്ലൈമാക്സാണ് പക്ഷേ ചൈനയിൽ കണ്ടത്. ഷിയുടെ ഉറച്ച നിലപാടിൽ ട്രംപ് 40 മണിക്കൂർ ചുറ്റിക്കറങ്ങിയ ശേഷം തൻ്റെ A-1 വിമാനം എയർഫോഴ്സ് 1 വിമാനവും എടുത്ത് സ്ഥലം വിട്ടു എന്നാണ് കഥ. എന്താണ് സ്ഥിതി എന്ന് നോക്കാം. ഇറാൻ യുദ്ധം ഇപ്പോൾ കാര്യമായ ആക്രമണങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. എന്നാൽ യുദ്ധമൊട്ട് അവസാനിപ്പിച്ചിട്ടുമില്ല. രണ്ടാം വട്ട സമാധാന ചർച്ചയൊന്നും എങ്ങും എത്തിയിട്ടില്ല. തടസ്സം ആണവ പദ്ധതിയെപ്പറ്റിയുള്ള ആവശ്യങ്ങളും ഹോർമുസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. ഇത് രണ്ടിലും ഇറാൻ ട്രംപിൻ്റെ വഴിക്ക് വരുന്നില്ല. എല്ലാ വഴികളും നോക്കി ഒടുവിലാണ് ചൈന വഴി ഒരു സമ്മർദ്ദത്തിനുള്ള സാധ്യത ആരായുന്നത്. പക്ഷേ യാത്രയുടെ ഓരോ ഘട്ടത്തിലും അതിന് തിരിച്ചടിയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ചൈനയുടെ അവസാനത്തെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നതും അതുതന്നെയാണ്. എങ്ങനെയാണ്? ട്രംപിൻ്റെ ഷിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് തന്നെ US തങ്ങളുടെ മുഖ്യ അജണ്ട പ്രഖ്യാപിക്കുന്നുണ്ട്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇക്കാര്യം പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ചൈന കൂടുതൽ പങ്കുവഹിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ്വ്യവസ്ഥകൾ തമ്മിലുള്ള താൽപ്പര്യങ്ങളുടെ സംഘർഷം സമാധാനപരമായി കൈകാര്യം ചെയ്യേണ്ടത് ആഗോള സുസ്ഥിരതയ്ക്ക് ആവശ്യമാണ്. സഹകരണത്തിൻ്റെ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ചൈന തയ്യാറാകണം എന്നാണ് മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടത്. രാജ്യാന്തര കപ്പൽ പാതകളിൽ ആക്രമണം നടത്തുന്ന ഇറാൻ ആഗോളതലത്തിൽ ഒറ്റപ്പെടുകയാണ് എന്ന് ചൈന ഇറാനെ ബോധ്യപ്പെടുത്തണത്രേ. ഇതാണ് മാർക്കോ റൂബിയോ പറഞ്ഞത്. എന്നാൽ ട്രംപ് അതിൻ്റെ പിന്നാലെ ഷിയുമായി കൂടിക്കാഴ്ച നടത്തി. ഈ ചർച്ചയെ ലോകം ഉറ്റുനോക്കിയത് മാർക്കോ റൂബിയോയുടെ ഈ പ്രസ്താവന, പരസ്യമായ ഈ നിലപാട് പ്രഖ്യാപനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. ഇറാനുമേൽ സമ്മർദ്ദ ശക്തിയാക്കാൻ ചൈനയെ ഉപയോഗിക്കുക എന്നത് തന്നെയായിരുന്നു ട്രംപിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതുകൊണ്ട് ഇത്രയും കാലം ഷിയെയും ചൈനയെയും വെല്ലുവിളിച്ച് നടന്ന ട്രംപ് ആയിരുന്നില്ല ചൈനയിൽ ഇറങ്ങിയത്. ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു തവണ തീരുമാനിച്ച് നീട്ടിവെച്ച ഒരു സന്ദർശനമാണ് ചൈനയിൽ നടത്തുന്നത്. അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു അജണ്ട കൂടി സെറ്റ് ചെയ്താണ് ട്രംപിൻ്റെ യാത്ര. ആയുധം വെച്ച് കീഴടങ്ങുന്ന വീരശൂര പരാക്രമിയായ ശത്രുവിൻ്റെ അവസ്ഥയിലായിരുന്നു ട്രംപ്. ചർച്ചയിലുടനീളം അമേരിക്കയുടെ വർത്തമാനകാല സാഹചര്യങ്ങൾ പ്രതിഫലിച്ചിരുന്നു. ആത്യന്തിക ലക്ഷ്യം ഇറാനുമേൽ സമ്മർദ്ദം ചൈന വഴി ചെലുത്തി യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ഹോർമുസ് തുറപ്പിക്കുക. ചൈന ഹോർമുസ് തുറക്കുന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായത്തിലല്ലെങ്കിലും അത് പക്ഷേ അമേരിക്കൻ താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആഹ്വാനമല്ല, അല്ലെങ്കിൽ ചൈനയുടെ ആവശ്യമല്ല. മറിച്ച് ദശാബ്ദങ്ങളായി ചൈനയുടെ സുഹൃദ് രാഷ്ട്രമായ ഇറാനെ കുരുക്കലാക്കാത്ത വിധം അവരുടെ താൽപ്പര്യങ്ങൾ കൂടി കണക്കിലെടുത്തുള്ള യുദ്ധസമാപ്തി, യുദ്ധത്തിന് മുമ്പുള്ള സാഹചര്യം ഹോർമുസിൽ സൃഷ്ടിക്കുക. ഇതാണ് ചൈനയുടെ മനസ്സിൽ. എന്നാൽ ട്രംപ് ലക്ഷ്യമിട്ടത് നിലവിലെ ആഗോള പ്രതിസന്ധിയുടെ ഉത്തരവാദിത്തം ഇറാനുമേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു വളഞ്ഞ വഴിയാണ്. ചൈനയെ വരുതിയിലാക്കാൻ, ഇറാന് മേൽ വിജയം വരിക്കാൻ. അതുകൊണ്ട് തന്നെ ഷിയുമായുള്ള ചർച്ചയിൽ മറ്റ് കാര്യങ്ങളിൽ മുഴുവൻ വഴങ്ങുന്ന സമീപനവും ട്രംപ് കൈക്കൊണ്ടു. വ്യാപാരം, സുരക്ഷ, ഭൗമരാഷ്ട്രീയം എന്നിവയിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സഹകരിക്കാം എന്ന് ട്രംപ് അസാധാരണമായി വാഗ്ദാനം ചെയ്തു. വർഷങ്ങളായുള്ള ശത്രുതയും മത്സരങ്ങളും പരിഗണിച്ച് തർക്കങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാൻ ധാരണയിലും എത്തി. എന്നാൽ ഹോർമുസിൽ ചൈന സുരക്ഷിത ഗതാഗതം സംബന്ധിച്ച് ട്രംപ് ഉറപ്പ് നൽകി എങ്കിലും ചൈന ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തിക്കാനുള്ള ട്രംപിൻ്റെ നിർദ്ദേശം പക്ഷേ ഫലവത്തായില്ല. ആ നീക്കം പൊളിഞ്ഞുപോയി. ഹോർമുസിൽ ഇറാൻ നിബന്ധനകൾ മാറ്റിവെച്ച് കീഴടങ്ങാനുള്ള സമ്മർദ്ദമാണ് ട്രംപ് ഉദ്ദേശിച്ചത്. എന്നാൽ ചൈനയെ സംബന്ധിച്ച് യുദ്ധത്തിനു മുമ്പ് എങ്ങനെയായിരുന്നു അതേ നിലയാണ് ആവശ്യപ്പെടുന്നത്. ആ നിലപാടിൻ്റെ അർത്ഥം യുദ്ധമാണ് എല്ലാത്തിനും കാരണം എന്നാണല്ലോ. അതായത് യുദ്ധം ആരംഭിച്ച ഇസ്രായേലിനെ കൊണ്ട് തുടങ്ങിപ്പിച്ച USഉം ട്രംപും ഉത്തരവാദിയാകും. അത്തരം വിശദാംശങ്ങൾ ഷീ വ്യക്തമാക്കിയില്ലെങ്കിലും ഹോർമുസ് തുറക്കണമെന്ന നിലപാട് തുറന്നു പറഞ്ഞു അത്രേ. അരാക്ചി വഴി ഇറാനുമേൽ സമ്മർദ്ദം എന്ന ആവശ്യം ട്രംപുമായുള്ള ചർച്ചയിലോ തുടർന്നുള്ള വിശദീകരണങ്ങളിലോ ഷീ അംഗീകരിക്കുകയോ അതിനെപ്പറ്റി വിശദീകരിക്കുകയോ ചെയ്തില്ല എന്ന് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനുമായുള്ള ബന്ധവും സൗഹൃദവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ US-ഉമായുള്ള ഡീസൻറ്റ് റിലേഷൻഷിപ്പിനാണ് ഷീ മുന്നോട്ട് എത്തിയത് എന്ന് വ്യക്തമാക്കുന്നതാണ്
അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ, ചൈനീസ് മാധ്യമങ്ങളുടെ ഒക്കെ വിശദീകരണം. എന്തായാലും ട്രംപിന് അതത്ര രസിച്ചില്ല. ഇതിൻ്റെ തുടർച്ചയായി ഇറാൻ്റെ പക്കലുള്ള ആണവശേഖരത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ഉയർത്തി ട്രംപ് രംഗത്തെത്തുകയും ചെയ്തു. ചൈന സന്ദർശനത്തിനിടെ ഫോക്സ് ന്യൂസ് അവതാരകൻ സീൻ ഹാനിറ്റിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിൻ്റെ നിർണായക പ്രതികരണം. ഇറാൻ്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കണ്ടെത്താനും സുരക്ഷിതമാക്കി നിർത്താനുമുള്ള നീക്കങ്ങൾ തന്ത്രപരമായ സുരക്ഷാ ആവശ്യങ്ങളെക്കാൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്കും പൊതുജനശ്രദ്ധയ്ക്കും വേണ്ടിയുള്ളതാണ് എന്നാണ് ട്രംപിൻ്റെ നിലപാട്. US-ഉം ഇറാനും തമ്മിൽ തുടർന്ന വെടിനിർത്തൽ ചർച്ചകളിലെ പ്രധാന തർക്ക വിഷയമായ യുറേനിയം ശേഖരം പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെ ട്രംപിൻ്റെ സന്ദർശനത്തിനിടെ ചൈന ഇക്കാര്യത്തിൽ നേരിട്ടിടപെടാൻ, ഹോർമുസ് സംബന്ധിച്ച വിഷയത്തിൽ നേരിട്ടിടപെടാൻ വിസമ്മതിച്ച സാഹചര്യത്തിലാണ് ട്രംപിൻ്റെ നാടകീയ പ്രതികരണം. ആണവ നിരായുധീകരണം സംബന്ധിച്ച് ചൈനയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമല്ല. എന്നാൽ ഇറാൻ്റെ ഈ ഹോർമുസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചൈന നേരത്തെയുള്ള നിലപാട് ആവർത്തിക്കുകയാണ്. യുറേനിയം ശേഖരം പക്ഷേ അമേരിക്കയുടെ നിയന്ത്രണത്തിന് ആക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ട്രംപ് പറയുന്നുണ്ട്. യുറേനിയം ശേഖരം നമ്മുടെ കൈകളിൽ കിട്ടിയാൽ നന്നായിരുന്നു, ഇതിപ്പോൾ മറ്റെന്തിനേക്കാളും ഉപരി പബ്ലിക് റിലേഷൻസ് തന്ത്രം മാത്രമാണെന്നാണ് ട്രംപിൻ്റെ നിലപാട്. ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്നതിനപ്പുറത്ത് അതിൻ്റെ പ്രാധാന്യത്തെ നിസ്സാരവൽക്കരിക്കുന്നത് കൂടിയാണ് ട്രംപിൻ്റെ പ്രതികരണം എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട്. ചൈനയും ഷിയും സമ്മർദ്ദത്തിന് വഴങ്ങാത്ത സാഹചര്യത്തിൽ ട്രംപിൻ്റെ തുടർന്നുള്ള നീക്കങ്ങൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടിയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. മാത്രമല്ല, യുദ്ധം തുടരാൻ നിലവിൽ US ആഗ്രഹിക്കുന്നില്ല എന്ന സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഇറാൻ്റെ ആണവ പദ്ധതിയെ മുൻനിർത്തി ഇസ്രായേൽ വലിയ സമ്മർദ്ദം ട്രംപിന് മേൽ ചെലുത്തിയത്. നിലവിൽ മേഖലയിൽ നേരിട്ടുള്ള സൈനിക ആക്രമണങ്ങൾ ഇപ്പം നടക്കുന്നില്ല. എന്നാൽ ഇറാൻ്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കം കാരണം അന്തിമ സമാധാനത്തിലേക്കുള്ള രണ്ടാം വട്ട ചർച്ചകൾ എത്തിയതുമില്ല. ഈ സാഹചര്യത്തിലാണ് ട്രംപിന് മേൽ നെതന്യാഹുവിൻ്റെ സമ്മർദ്ദവും വന്നത്. ഇറാൻ്റെ പക്കലുള്ള അപകടകരമായ ആണവ സാമഗ്രികൾ ആ രാജ്യത്തിന് പുറത്തെത്തിക്കുക എന്ന് തന്നെ വേണമെന്ന് നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ട്രംപ് 40 മണിക്കൂറോളം ചൈനയിൽ ചെലവഴിച്ചു എന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ വിശദീകരിക്കുന്നത്. ഈ സമയത്ത് തന്നെ ഇറാൻ യുദ്ധത്തിൽ എന്താണ് ചൈനയുടെ നിലപാട് എന്ന് ചൈന പരസ്യമായി സമാന്തരമായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് ശ്രദ്ധേയമായിരുന്നു. സംഘർഷം ഇറാനിലെയും മറ്റു മേഖലകളിലെ രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് കനത്ത നഷ്ടം വരുത്തിവെച്ചു. സർക്കാർ കണക്കുകൾ പ്രകാരം 3000-ലധികം ഇറാനികൾ കൊല്ലപ്പെട്ടു. സാഹചര്യം പരിഹരിക്കുന്നതിനുള്ള മാർഗം നേരത്തെ കണ്ടെത്തേണ്ടത് US-ൻ്റെയും ഇറാൻ്റെയും മാത്രമല്ല, മേഖലയിലെ രാജ്യങ്ങളുടെയും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുടെയും ആവശ്യമാണ് എന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അവരുടെ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ ഇതേ സമയം, അപ്പുറത്ത് ട്രംപ് വന്ന സമയം തന്നെ പ്രസ്താവനയിൽ പറഞ്ഞു. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്ന വെടിനിർത്തൽ ശ്രമങ്ങളെ സ്വാഗതം ചെയ്തതും മുന്നോട്ടുള്ള സമാധാന ചർച്ചകൾക്ക് ഇതൊരു കാരണമാകും എന്ന് വിശ്വസിക്കുന്നതായും അവർ പ്രഖ്യാപിച്ചു. എത്രയും വേഗം സമഗ്രവും സമാധാനം വരുത്തുന്നതുമായ ഒരു ചർച്ച, വെടിനിർത്തൽ കൈവരിക്കേണ്ടത് പ്രധാനമാണെന്നാണ് ചൈനയുടെ നിലപാടെന്ന് അവർ വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റ് സമാധാനത്തിനും സ്ഥിരതയ്ക്കുമായി ഷീ ജിൻപിങ് നേരത്തെ മുന്നോട്ട് വെച്ച 4 പോയിന്റ് പദ്ധതിയിലേക്കാണ് ഈ നിലപാട് എത്തുന്നത്. സമാധാനപരമായ സഹവർത്തിത്വം, രാഷ്ട്രീയമായി ചർച്ച ചെയ്ത ഒത്തുതീർപ്പുകൾ, സുരക്ഷ പങ്കിടുന്നത് സംബന്ധിച്ച കാര്യം, വികസനം അടിസ്ഥാനമാക്കിയുള്ള സഹകരണം, ഇതാണ് അവർ ആഹ്വാനം ചെയ്തത്. ചൈന ഈ പദ്ധതിക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് ചൈനീസ് നിലപാട് വ്യക്തമാക്കി. ട്രംപിൻ്റെ സന്ദർശനത്തിനിടെയും അവർ വ്യക്തമാക്കിയ നിലപാട് ഉറച്ചതായിരുന്നു. അത് ഇറാനെതിരെ ഒരു വിരൽ അനക്കില്ല എന്ന് ഉറപ്പിക്കുന്നതും ആയിരുന്നു. എന്നാൽ വ്യാഴാഴ്ച വൈറ്റ് ഹൗസ് അവരുടെ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ പറഞ്ഞു, ഊർജ്ജത്തിൻ്റെ സ്വതന്ത്രമായ ഒഴുക്കിനെ പിന്തുണയ്ക്കുന്നതിനായി ഹോർമുസ് കടലിടുക്ക് തുറന്നിരിക്കണം എന്ന് ഇരുപക്ഷവും സമ്മതിച്ചു എന്ന്. വൈറ്റ് ഹൗസിൻ്റെ പ്രസ്താവന പക്ഷേ കടലിടുക്കിൻ്റെ സൈനികവൽക്കരണത്തിനും അതിൻ്റെ ഉപയോഗത്തിന് ടോൾ ഈടാക്കാനുള്ള ഏതൊരു ശ്രമത്തിനുമെതിരായ ചൈനയുടെ എതിർപ്പ് ഷീ ജിൻപിങ് വ്യക്തമാക്കിയ സാഹചര്യവുമായി ചേർത്ത് വായിച്ചു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. കാരണം ഭാവിയിൽ കടലിടുക്കിനെ ചൈന ആശ്രയിക്കുന്നത് കുറക്കുന്നതിന്, കൂടുതൽ അമേരിക്കൻ എണ്ണ വാങ്ങുന്നതിനും ഷീ ജിൻപിങ് താല്പര്യം പ്രകടിപ്പിച്ചതായിട്ടാണ് ട്രംപിൻ്റെ വൈറ്റ് ഹൗസിൻ്റെ പ്രസ്താവനയിൽ വ്യക്തമാകുന്നത്. എന്നാൽ അമേരിക്കൻ എണ്ണയുടെ കാര്യത്തിൽ ചൈന ട്രംപിൻ്റെ അവകാശവാദം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഹോർമുസിൻ്റെ കാര്യത്തിൽ ഷിയുടെ നിലപാട് നേരത്തെയുള്ളതാണ്. അവർ ട്രംപിൻ്റെ ചൈന സന്ദർശനത്തിനിടെ വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചതാണ്, യുദ്ധത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക എന്നത്. എന്നാൽ എങ്ങനെ കൊണ്ടുപോകും എന്നത് സംബന്ധിച്ചാണ് ട്രംപുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. ഇരുപക്ഷത്തിൻ്റെയും നിലപാടുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ട്രംപ് നേരത്തെയുള്ള നിലപാട് ആവർത്തിക്കുമ്പോൾ ചൈനയുടെ നിലവിലെ സമീപനത്തിൽ മാറ്റം വരുത്താൻ യാത്രയിലൂടെ ട്രംപിന് കഴിഞ്ഞിട്ടില്ല എന്നതാണത്. ഇറാൻ്റെ ആണവ പദ്ധതിയോടുള്ള എതിർപ്പ് അമേരിക്ക ആവർത്തിച്ചപ്പോൾ ഷീ ജിൻപിങ്ങിൻ്റെ 4 പോയിന്റ് പദ്ധതിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ചൈന വ്യക്തമാക്കുകയും ചെയ്തു. അതല്ല അമേരിക്ക ആഗ്രഹിച്ചതെന്ന് അതിൻ്റെ നേതാക്കളുടെ പരസ്യ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നും ഉണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാനെ ബോധ്യപ്പെടുത്തുന്നതിൽ കൂടുതൽ സജീവമായ പങ്ക് വഹിക്കാൻ ആഴ്ചകളോളം ചൈനയെ നിർബന്ധിച്ചതിന് ശേഷമാണ് ബീജിംഗ് ഉച്ചകോടി നടന്നത്. പക്ഷേ ചർച്ചകളിൽ മറ്റു കാര്യങ്ങളിൽ തീരുമാനം ആയി എങ്കിലും ഇറാൻ യുദ്ധവും ഹോർമുസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ട്രംപിൻ്റെ ലക്ഷ്യം പാടെ പൊളിഞ്ഞു.
ചൈന ഉറച്ചു തന്നെയാണ്. ഷിയുടെ നിലപാടുകൾ ട്രംപിനെ നിരാശപ്പെടുത്തുകയും ഇറാനെ കൂടുതൽ കരുത്തുറ്റതാക്കുകയും ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. യുദ്ധത്തിൻ്റെ അടുത്ത ഘട്ടം എന്നാണ്, അതിൽ എന്താണ് പ്രതികരണം ട്രംപിൻ്റേത് എന്നാണ് ഇനി അറിയാനുള്ളത്. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.